തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അതിലെ 14ാമത്തെ വീഡിയോ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. 41, 43, 44, 45, 47, 49, 50, 55, 56, 60. അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ അതിനുവേണ്ടി എക്സ് താഴെ എഴുതി. നമുക്ക് തന്ന വാല്യൂസ് എല്ലാം താഴെ എഴുതി. 41, 43 അങ്ങനെ എഴുതി. അതിൻ്റെ ടോട്ടൽ 490 കണ്ടു. അരിത്തമെറ്റിക് മീൻ 490/10 49 കിട്ടി. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ കാണുന്നതിനേക്കാൾ നല്ലത് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണുന്നതാണ്. അത് കുറേ കൂടെ ചെറിയ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് ഫോമുല വേണമെങ്കിൽ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈ ഫോമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ കാണുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണണം. അത് ഇത്തിരി കൂടെ ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ നല്ലത് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് ബാർ ആദ്യം കണ്ടെത്തി. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടു 49. ഇനി ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ഈ 49 മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. 41 മൈനസ് 49 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ 64. 43 മൈനസ് 49 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 36. 44 മൈനസ് 49 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 25. 45 മൈനസ് 49 സ്ക്വയർ 4 സ്ക്വയർ 16. 47 മൈനസ് 49 സ്ക്വയർ 4 0 1 36 49 121 352 total. Standard deviation equal to sigma equal to root of sigma x minus x bar whole square by n equal to root of 352/10 equal to 35.2 equal to 5.93. root 35.2 ൻ്റെ വാല്യൂ 5.93. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് 35.2 സ്ക്വയർ എന്ന് എഴുതാം. 35.2. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. 5.93 ഡിവൈഡഡ് ബൈ 49 ഇൻറ്റു 100. 12.1. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി, വേരിയൻസായി, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനായി. അത്രയാണ് ചോദിച്ചത് ഇവിടെ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. പേഴ്സൺ 1 2 3 4 5 6 7. ഇൻകം 30 40 42 44 46 48 58. ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഒന്നാമത്തെ ആളുടെ ഇൻകം 30, രണ്ടാമത്തെ ആളുടെ 40, മൂന്നാമത്തെ 42, നാലാമത്തെ 44, അഞ്ചാമത്തെ 46, ആറാമത്തെ 48, ഏഴാമത്തെ 58. ഇൻഡിവിജ്വൽ സീരീസാണ്. 7 ആളുകളുടെ ഇൻകം തന്നിട്ടുണ്ട്. ഈ ഇൻകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ആൻ ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ രണ്ട് രീതിയുണ്ട്. ഒന്നുകിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അതല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിവിടെ എക്സ് 30 40 42 44 46 48 58 ടോട്ടൽ 308. അരിത്തമെറ്റിക് മീൻ കണ്ടു. സിഗ്മ എക്സ് ബൈ എൻ 308/7 ഈക്വൽ ടു 44. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് നോക്കാം. എക്സ് സ്ക്വയർ കാണി 48-ൻ്റെയും 58-ൻ്റെയും 44-ൻ്റെ ഒക്കെ സ്ക്വയർ കാണുന്നേക്കാൾ നല്ലത് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കാണണം. ആദ്യത്തെ എക്സ് 30 മൈനസ് 44 സ്ക്വയർ. 30 മൈനസ് 44 മൈനസ് 14 ആണ്. ഇതിൻ്റെ സ്ക്വയർ 196. 40 മൈനസ് 44 സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ 16. 42 മൈനസ് 44 മൈനസ് 2 സ്ക്വയർ 4. 44 മൈനസ് 44 0. 46 മൈനസ് 44 2. 2ൻ്റെ സ്ക്വയർ 4. 48 മൈനസ് 44 4. 4 സ്ക്വയർ 16. 58 മൈനസ് 44 14 സ്ക്വയർ ചെയ്താൽ 196. ടോട്ടൽ 432. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ സമ്മ 432. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ root of 432/7 equal to 7.856. Variance standard deviation square ആണ് equal to root of
61.714 അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടില്ലാതെ എഴുതിയാൽ മതി. 61.714. അപ്പോൾ വേരിയൻസ് ആയി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. 7.856 divided by 44 into 100. 17.85. അപ്പോൾ എക്സ് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടെത്തണം. പിന്നീട് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നുള്ള കോളം എഴുതണം. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുല എഴുതിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തുക. വേരിയൻസ് അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ കണ്ടെത്തുക. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. അങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം. ഫൈൻഡ് ഔട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സൈസ് 1 2 3 4 5 6 7 8. ഫ്രീക്വൻസി 5 10 15 20 15 10 10 15. സൈസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് 1 2 3 4 5 6 7 8. ഫ്രീക്വൻസി 5 10 15. അപ്പോൾ ക്ലാസ്സും ഉണ്ട്, എക്സും ഉണ്ട്, എഫ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ആദ്യം അരിത്തമെറ്റിക് മീൻ വേണം. അപ്പോൾ അതിനുവേണ്ടി എഫ് എക്സ് കണ്ടെത്തി. എഫ് എക്സ് 5 20 45 80 75 60 70 120 475. നമുക്ക് ഫോർമുല എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ എഫ് എക്സ് വേണം, എഫ് എക്സ് സ്ക്വയർ വേണം. അപ്പോൾ എഫ് എക്സ് എഴുതിയതിന് ശേഷം എഫ് എക്സ് സ്ക്വയർ എഫ് എക്സ് ഇൻറ്റു എക്സും ചെയ്യാം. ഫസ്റ്റ് കോളം എക്സ് ആണ്, തേർഡ് കോളം എഫ് എക്സ് ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഈ ലാസ്റ്റ് കോളം എഫ് എക്സ് സ്ക്വയർ കിട്ടും. എക്സ് സ്ക്വയർ എന്നുള്ള കോളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്താലും മതി. 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 20 40, 3 ഇൻറ്റു 45 135, 4 ഇൻറ്റു 80 320, 5 into 75 375, 6 into 60 360, 7 into 74 90, 8 into 120 960. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ കാണും. എക്സ് സ്ക്വയർ 1 4 9 16. ഈ എക്സിൻ്റെ ഒക്കെ സ്ക്വയർ കാണാം. 1 ഇൻറ്റു സ്ക്വയർ 1, 2 ഇൻറ്റു സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. അതിനുശേഷം 5 എഫ് എക്സ് സ്ക്വയർ ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് എന്നുള്ള കോളവും എക്സ് സ്ക്വയർ എന്നുള്ള കോളവും. 5 ഇൻറ്റു 1 5, 10 ഇൻറ്റു 4 40, 15 ഇൻറ്റു 9 135, 20 ഇൻറ്റു 16 320, 15 ഇൻറ്റു 25 375, 10 ഇൻറ്റു 36 360, 10 ഇൻറ്റു 49 490, 15 ഇൻറ്റു 64 960. അങ്ങനെയാവാം. ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ളൊരു കോളം നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. അതിൻ്റെ ടോട്ടൽ ചെയ്തു. എന്തായാലും എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കിട്ടി, എഫ് എക്സിൻ്റെ ടോട്ടൽ കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഇവിടെ 2685 ഡിവൈഡ് ബൈ എൻ ക്യാപിറ്റൽ എൻ എഫിൻ്റെ ടോട്ടൽ 100. 2685 by 100 minus 475 by 100 square equal to 26.85 minus 4.75 square equal to 26.85 minus 22.5625 equal to root of 4.2875 equal to 2.07. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. എഫ് കിട്ടിയാൽ എഫ് എക്സ് എന്നുള്ള കോളം, എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം. പിന്നെ ഫോമുല നേരിട്ട് ഇതിൽ അപ്ലൈ ചെയ്താൽ ആൻസറായി. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കതിന് ടേബിൾ ഉണ്ടാക്കണം. മാർക്സ് എഴുതി താഴെ അതെടുത്ത് എഴുതി. അടുത്ത കോളത്തിൽ എഫ് എന്നുകൊണ്ട് അത് എഴുതി. എൻ്റെ ടോട്ടൽ 50 എഴുതി. മിഡ് വാല്യൂ എക്സ് എഴുതി, എഫ് എക്സ് എഴുതി. പിന്നെ എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം വേണമെന്ന് നിർബന്ധമില്ല. എഫ് എക്സ് സ്ക്വയർ എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്താലും മതി. മിഡ് വാല്യൂ എക്സ് എന്നുള്ള കോളവും എഫ് എക്സ് എന്നുള്ള കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം കിട്ടും. അങ്ങനെ എഫ് എക്സിൻ്റെ ടോട്ടൽ 2210യും എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 113850 ഉണ്ടാക്കി.
അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 113,850. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 50. എഫ് എക്സിൻ്റെ ടോട്ടൽ 2210 by 50 square. Equal to 2270 minus 44.2 square equal to root of 2277 minus 1953.64 root of 323.36 17.9822. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 17.9822. ഇവിടെ മാർക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്ലാസ് ഫ്രീക്വൻസി എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മിഡ് വാല്യൂ എക്സ് കണ്ടെത്തണം. ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മിഡ് വാല്യൂ എക്സ് കണ്ടുപിടിക്കുക. പിന്നീട് എഫ് ഇൻറ്റു എക്സ് എന്നുള്ള കോളം കണ്ടെത്തുക. പിന്നെ അടുത്തത് വേണമെങ്കിൽ എക്സ് സ്ക്വയർ എഴുതാം, അല്ലെങ്കിൽ എഫ് എക്സ് സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ്? മിഡ് വാല്യൂ എക്സ് എന്നുള്ള കോളവും എഫ് എക്സ് എന്നുള്ള കോളവും തമ്മിലാണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് എക്സ് സ്ക്വയറിനുള്ള കോളം കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയറിനുള്ള കോളം നമുക്ക് ഉണ്ടാക്കാതെ കഴിക്കാം. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ from the following data. Class 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. Frequency 6, 8, 10, 15, 12, 9. Continuous frequency distribution ആണ്. നമുക്ക് അതിൻ്റെ ടേബിൾ ഉണ്ടാക്കണം. ക്ലാസ് താഴെ എഴുതി, ഫ്രീക്വൻസി എഴുതി, മിഡ് വാല്യൂ എക്സ്, എഫ് എക്സ് സ്ക്വയർ. മിഡ് വാല്യൂ എക്സ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, പിന്നീട് എഫ് ഇൻറ്റു എക്സ് എന്നുള്ള കോളം എഴുതി. പിന്നെ എഫ് എക്സ് ഇൻറ്റു എക്സ്, മിഡ് വാല്യൂ എക്സും എഫ് എക്സും തമ്മിൽ ഗുണിച്ചാൽ എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം കിട്ടും. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എഴുതി, റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എന്ന് പറയുന്നത് 19525 by 60 minus 980 by 60 square. സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 7.6647. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. അതായത് റൂട്ട് 58.7478 സ്ക്വയർ. ഇപ്പോൾ 58.7478. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് കാണാം. ഇനി അരിത്തമെറ്റിക് മീൻ കാണും. സിഗ്മ എഫ് എക്സ് ബൈ എൻ 980 by 60. എഫ് എക്സിൻ്റെ ടോട്ടൽ 980 ആണ്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16.33. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100 7.6647. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അരിത്തമെറ്റിക് മീൻ 6.33 ഇൻറ്റു 100 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 46.94. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് for the following data. Marks below 10, below 20, below 30, below 40, below 50, below 60, below 70. Number of students 2, 6, 11, 20, 30, 50, 35, 50. Continuous frequency distribution ഒക്കെ എഴുതണം. മാർക്സ് ബിലോ 10 എന്ന് പറഞ്ഞാൽ 0 to 10, ബിലോ 20 പറഞ്ഞാൽ 0 to 20 ആണ്. അപ്പോൾ 0 to 10, 0 to 20, 0 to 30, 0 to 40, 0 to 50, 0 to 60, 0 to 70. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളതിനെ മാറ്റി എഴുതുകയാണ്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 10ൽ താഴെ മാർക്ക് 2 കുട്ടികൾക്ക്. 10ൽ താഴെ പറഞ്ഞാൽ 0ക്കും 10നും ഇടയിൽ 2 പേര്. അപ്പോൾ എഫ് 2. പിന്നെ 20ൽ താഴെ മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്. തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ബിലോ 20 ആയിട്ട് 6 സ്റ്റുഡൻസ്. അപ്പോൾ 20 മാർക്കിൽ താഴെ 6 കുട്ടികളുണ്ട്. ആ 6 പേരിൽ 2 പേർക്ക് 10ൽ താഴെയാണ് മാർക്ക്. 20 മാർക്കിൽ താഴെ 6 പേർക്കുണ്ട്. 20ൽ താഴെ മാർക്ക് കിട്ടിയ 6 കുട്ടികളിൽ 2 കുട്ടികൾക്ക് 10ൽ താഴെയാണ് മാർക്ക്. അപ്പോൾ 10ൻ്റെ 20ൻ്റെ ഇടയിൽ എത്ര പേരുണ്ടായിരിക്കും? 6 - 2, അതായത് 4. ഇനി ബിലോ 30 ആയിട്ട് 11 സ്റ്റുഡൻസ് ഉണ്ട്. 30ൽ താഴെ മാർക്ക് കിട്ടിയ 11 കുട്ടികളുണ്ട്. അതിൽ
6 പേർക്ക്, ഈ 11-ൽ 6 പേര് 20-ലും താഴെയാണ്. 11 കുട്ടികളിൽ 6 കുട്ടികൾക്ക് 20-ൽ താഴെയാണ്. 6 പേർക്ക് 20-ൽ താഴെയാണ് പറഞ്ഞാൽ ബാക്കി 5 പേർക്ക് 20-ൽ കൂടുതലാണ്, 30-ൽ താഴെ. അപ്പോൾ 20 to 30, 11 മൈനസ് 6, 5. അടുത്ത 30 to 40, 20 മൈനസ് 10, 10. 40 to 50, 30 മൈനസ് 20. പിന്നെ 50 to 60, 35 മൈനസ് 30. 60 to 70, 50 മൈനസ് 35. അങ്ങനെ കിട്ടി 2, 4, 5, 9, 10, 5, 35. പിന്നെ മിഡ് വാല്യൂ എക്സ്, ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിഡ് വാല്യൂ എക്സ് എഴുതി. പിന്നെ എഫ് ഇൻറ്റു എക്സ്, 2 into 5, 10, 4 into 15, 60, 5 into 25, 125, 9 into 35, 315, 10 into 45, 450, 5 into 55, 275, 15 into 65, 975. പിന്നെ എഫ് എക്സ് സ്ക്വയർ, എക്സും എഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡ് വാല്യൂ എക്സും എഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 10, 50, 15 into 60, 900, 25 into 125, 3125, 35 into 315, 11025, 45 into 450, 20250, 55 into 275, 15125, 65 into 975, 63375. എഫ് എക്സിൻ്റെ ടോട്ടൽ, എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു sigma f x square by n minus sigma f x by n whole square equal to 113,850 by 50 minus 2210 by 50 square. 2277 minus 444.2 square. 2277 minus 1953.64, 17.9822. ഇനി വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. റൂട്ട് 323.36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 323.36. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി, വേരിയൻസുമായി. ഫൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. വെയ്റ്റ് ഇൻ കിലോഗ്രാം. എബവ് 0, എബവ് 20, എബവ് 40, എബവ് 60, എബവ് 80. നമ്പർ ഓഫ് പേഴ്സൺസ് 250, 169, 129, 63, 14. നമ്മൾ വെയിറ്റ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100 എഴുതി. കാരണം എബവ് 0, 250, എബവ് 20, 169, എബവ് 40, 129, എബവ് 60, 63, എബവ് 80, 14. നമുക്ക് അങ്ങനെ തന്നിരിക്കുന്നത് 0, 20, 40 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100 എന്നാക്കണം. ഇനി ഫ്രീക്വൻസി, അതായത് എബവ് 0 വെയിറ്റ് ഉള്ള 250 പേഴ്സൺസ് ഉണ്ട്. എബവ് 20 വെയിറ്റ് ഉള്ള 169 പേഴ്സൺസ് ഉണ്ട്. എബവ് 0 ഉള്ള 250 പേഴ്സൺസിൽ 169 ആളുകൾക്ക് എബവ് 20 ആണ് വെയിറ്റ്. അപ്പോൾ 0ക്കും 20ക്കും ഇടയിൽ എത്ര ഉണ്ടായിരിക്കും? 250 മൈനസ് 169. അങ്ങനെ എഫ് എന്നുള്ള കോളം 250 മൈനസ് 169 ഈക്വൽ ടു 81. അതുപോലെ അടുത്ത് 169 മൈനസ് 129 ഈക്വൽ ടു 40. 20 to 40 വരും. പിന്നെ 40 to 60, 129 മൈനസ് 63, 66. പിന്നെ 63 മൈനസ് 14, 49. പിന്നെ എബവ് 80, എബവ് 80 എന്ന് പറഞ്ഞാൽ 14 തന്നെയാണ്. അത് നമുക്ക് ഇതൊക്കെ 20യുടെ ഡിഫറൻസ് ആയതുകൊണ്ട് അവസാനത്തെ 80 to 100 ആണെന്ന് എടുക്കുക. 0 to 20, 20 to 40, 40 to 60, 60 to 80 ആയതുകൊണ്ട് എബവ് 80 പറഞ്ഞാൽ 80 to 100 ആണെന്ന് സങ്കല്പിക്കുക. 80 to 100, 14. എബവ് 80, 14 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 80 to 100, 14 എടുത്തു. ടോട്ടൽ 250. മിഡ് വാല്യൂ എക്സ് എഴുതുക. 0 പ്ലസ് 20/2, 20 പ്ലസ് 40/2 ആ രീതിയിൽ മിഡ് വാല്യൂ എക്സ് എഴുതി. എഫ് എക്സ് എഴുതി. എക്സ് സ്ക്വയർ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്താലും മതി. എഫ് എക്സ് സ്ക്വയർ എന്നുള്ള കോളം. അതിനുശേഷം ഫോർമുല അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്താൽ 25.5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മറ്റൊരു വാല്യൂ ആണ് റൂട്ട് 650.4. അപ്പോൾ റൂട്ട് 650.4 സ്ക്വയർ. അപ്പോൾ 650.4 അതാണ്
variance standard deviation 25.5, variance 650.4. Calculate variance of the following distribution. Class and frequency ആണ് തന്നിരിക്കുന്നത്, കണ്ടിന്യൂസ് സീരീസ് ആണ്. ടേബിൾ ഉണ്ടാക്കണം. ക്ലാസ്, ഫ്രീക്വൻസി, മിഡ് വാല്യൂ എക്സ് എഴുതി, എഫ് എക്സ് എഴുതി, എക്സ് സ്ക്വയർ, എഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എഫ് എക്സിൻ്റെ എക്സ് ചെയ്താലും മതി. അതിനുശേഷം വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റൂട്ടില്ലാതെ ചെയ്യാം. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്ക്വയർ ആണ്. വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് എന്നുള്ളത് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 259,300. ക്യാപിറ്റൽ എൻ 100 ആണ്. മൈനസ് 4730 ബൈ 100 സ്ക്വയർ ഈക്വൽ ടു 2593 മൈനസ് 47.3 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ 355.71. അതാണ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. വാല്യൂസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. During the 10 weeks of a session, the marks scored by 2 candidates, Jayant and Vasant, taking the computer program course are given below. Who is more consistent? Who is more efficient? During the 10 weeks of a session, the marks scored by 2 candidates, Jayant and Vasant, taking the computer program course are given below. Who is more consistent? Who is more efficient? ജയന്തിൻ്റെ മാർക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ടേബിൾ വരച്ച് ജയന്തിൻ്റെ ഇവിടെ കാണേണ്ടത് ഹു ഈസ് മോർ കൺസിസ്റ്റൻറ്റ്, ഹു ഈസ് മോർ എഫിഷ്യൻ്റ് എന്നാണ്. എഫിഷ്യൻ്റ് ആരാണെന്ന്, കൂടുതൽ എഫിഷ്യൻസി ആർക്കാണെന്ന് അറിയണമെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാണണം. കൂടുതൽ അരിത്തമെറ്റിക് മീൻ ആർക്കാണോ കിട്ടിയിരിക്കുന്നത്, അരിത്തമെറ്റിക് മീൻ മാർക്സ് കൂടുതലുള്ള ആളാണ് മോർ എഫിഷ്യൻറ്റ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞ ആളാണ് മോർ കൺസിസ്റ്റൻറ്റ്. നമുക്ക് എക്സ് ജയന്തിന് കിട്ടിയ മാർക്സ് താഴെ എഴുതി. 58, 59, 60, 54, 65, 66, 52, 75, 69, 52, ടോട്ടൽ 610. അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ 610 by 10 61. നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണുകയാണ് നല്ലത്. എക്സും എക്സ് സ്ക്വയർ കണ്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ 58, 59 അതിനൊക്കെ സ്ക്വയർ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കാണാം. അരിത്തമെറ്റിക് മീൻ 61 ആണല്ലോ. അപ്പോൾ 58 മൈനസ് 61 സ്ക്വയർ 9, 59 മൈനസ് 61 സ്ക്വയർ 4, 60 മൈനസ് 61 സ്ക്വയർ 1. അങ്ങനെ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടു. ഓരോ വാല്യൂ കണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ 546 എന്ന് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ബൈ എൻ. റൂട്ട് 546 by 10, റൂട്ട് 54.6, 7.34. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100, 7.34 by 61 ഇൻറ്റു 100, 12.03. അപ്പോൾ ജയന്തിൻ്റെ അരിത്തമെറ്റിക് മീൻ മാർക്സ് 61 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 12.03. ജയന്തിൻ്റെ അരിത്തമെറ്റിക് മീൻ മാർക്സ് 61 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 12.03 ആണ്. ഇനി നമുക്ക് വസന്തിന് കിട്ടിയ മാർക്സ് ഇതുപോലെ തന്നെ വസന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കണം. വസന്തിന് കിട്ടിയ മാർക്സ് 87, 89, 78, 71, 73, 84, 65, 66, 56, 46, ടോട്ടൽ 715. നമുക്ക് അരിത്തമെറ്റിക് മീൻ മാർക്സ് ഇവിടെയും കണ്ടുപിടിക്കണം. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ 615 by 10 71.5. ഇനി എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 87 മൈനസ് 71.5 സ്ക്വയർ 15.5 സ്ക്വയർ 240.25. 89 minus 71.5 square, 78 minus 71.5 square,
71 മൈനസ് 71.5 സ്ക്വയർ. ഓരോ എക്സ് വാല്യൂവും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ കണ്ടു. ഇവിടെ എഴുതി അതിൻ്റെ ടോട്ടൽ 1710.5. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ കണ്ടിട്ട് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ അങ്ങനെ ചെയ്താലും മതി. ഈ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 13.075 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത്. അരിത്തമെറ്റിക് മീൻ 71.5 ആണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. 13.079 by 71.5 into 100 equal to 8.292. അപ്പം രണ്ടുപേരുടെയും എഴുതി കഴിഞ്ഞു. ജയന്തിൻ്റെ അരിത്തമെറ്റിക് മീൻ മാർക്സ് 61 ആണ്. ജയന്തിന് കിട്ടിയ മാർക്കുകളുടെ അരിത്തമെറ്റിക് മീൻ 61 ആണ്. വസന്തിൻ്റേത് 71.5 ആണ്. ഒരാൾക്ക് ശരാശരി 61 മാർക്കാണ്, മറ്റേ ആൾക്ക് ശരാശരി 71.5 മാർക്കാണ്. അപ്പോൾ 71.5 മാർക്ക് കിട്ടിയ ആളാണല്ലോ കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്, അയാൾക്കാണ്. അപ്പോൾ കൂടുതൽ എഫിഷ്യൻറ്റ് വസന്താണ്. വസന്ത് ഈസ് മോർ എഫിഷ്യൻറ്റ്, കാരണം അരിത്തമെറ്റിക് മീൻ മാർക്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, വസന്ത് ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ഗ്രേറ്റർ ആവറേജ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നോക്കാം. ജയന്തിൻ്റെ മാർക്കുകളുടെ വേരിയേഷൻ 12.03 ആണ്. വേരിയേഷൻ കുറവാണ്, 12.03 ആണ്. വസന്തിൻ്റേത് അതിനേക്കാൾ കൂടുതലുണ്ട്, 18.292. അപ്പോൾ രണ്ടുപേരും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ജയന്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് മാർക്സ് 12.03 ആണ്, വസന്തിൻ്റേത് 18.292 ആണ്. അപ്പോൾ വസന്തിനാണ് കൂടിയ വേരിയേഷൻ ഉള്ളത്. കുറഞ്ഞ വേരിയേഷൻ, മാർക്കുകളുടെ വേരിയേഷൻ കുറവുള്ളത് ജയന്തിനാണ്. അതുകൊണ്ട് ജയന്ത് ഈസ് മോർ കൺസിസ്റ്റൻറ്റ് സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ലെസ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞാൽ കൺസിസ്റ്റൻസി കൂടുതലാണെന്ന് പറയാം. ജയന്ത് ഈസ് മോർ കൺസിസ്റ്റൻറ്റ് സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ലെസ്. വസന്ത് ഈസ് മോർ എഫിഷ്യൻറ്റ് സിൻസ് ഹി ഹാസ് ഗ്രേറ്റർ ആവറേജ്.